ധനുഷ് വേഴ്സസ് നയൻതാര, അതാണ് അറ്റ് ദ മൊമെന്റ് ഏറ്റവും എന്താ പറയാ, സൗത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും അത്യാവശ്യം, അല്ല തമാശ അല്ലേ, കാര്യത്തിൽ പറഞ്ഞാണ്. കാരണം അത്യാവശ്യം കാരണം നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഉണ്ട്, നമ്മൾ കൊടുക്കേണ്ട വാല്യൂ. സൗത്ത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ മൊമെന്റ് പുഷ്പയാണ്, അറ്റ് ദ മൊമെന്റ് ഏറ്റവും ഉള്ളത്. അതിന്റെ ഇടക്ക് സൈഡിൽ കൂടെ പോണത് കങ്കുവ വിഷയമുണ്ട്. കങ്കുവ കങ്കുവയുടെ വിഷയം പോയി, അല്ല കങ്കുവയുടെ വിഷയം പോയതാണ് മച്ചാ. പക്ഷെ പോയതിന്റെ സമയത്ത് ജ്യോതിക ഒരു പോസ്റ്റ് കൂടി ഇട്ട്, ഞാൻ സിനിമ ലവറാണ് പറഞ്ഞ രീതിയിൽ അത് അതിന്റെ ഇടക്ക് പോകുന്നുണ്ട് സൗത്തില്. അതല്ലാണ്ട് അതിന്റെ മേലുള്ള സാധനമാണ് ധനുഷ് വേഴ്സസ് നയൻതാര. അത് ചെറിയൊരു കാര്യമല്ല. എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 22 എങ്ങാണ്ടാണ് ആ ടൈമില് 2.5 years ബാക്ക് ആണ് നയൻതാര വിഘ്നേഷ് ശിവൻ വെഡിങ് വരുന്നത്. ആ സമയത്ത് കുറച്ച് ഫോട്ടോസ് മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ. കുറച്ച് ഫോട്ടോസ് ഒഫീഷ്യലായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കൂടെ അവര് ഫോട്ടോസ് വന്ന് കല്യാണം കഴിയുന്ന രീതിയിൽ. ഇതിന്റെ എൻ്റെയർ ഫുട്ടേജ് കവർ ചെയ്ത് ഇവര് എഡിറ്റ് ചെയ്ത് സാധനം നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി ആയിട്ട് നയൻതാര ബിഹൈൻഡ് ദ കർട്ടൻസ് എന്നുള്ള രീതിയിൽ സാധനം വന്ന അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ മൈ ലിസ്റ്റിൽ ആദ്യം തന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത്. സംഭവം എന്ന് പറയാൻ കല്യാണമാണ് കാരണം. എന്നിട്ട് അതായത് ഇന്നലെ രാവിലെ 10-11 കഴിയുമ്പോഴത്തേക്കും നയൻതാര ഒഫീഷ്യൽ പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെ ഒരു 3 പേജിൽ നടക്കുന്ന ഒരു ലെറ്റർ പുള്ളിക്കാരത്തിൽ റൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് തുടക്കം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിർഭരമായ ലെറ്റർ. അതെ, തുടക്കം തന്നെ കാണണം മച്ചാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിയർ ധനുഷ് കെ രാജ, സൺ ഓഫ് കസ്തൂരി രാജ, ബ്രദർ ഓഫ് സെൽവരാഘവൻ. ഈ 3 പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ധനുഷ് എന്നാണ് നമുക്ക് എല്ലാവർക്കും പുള്ളിയുടെ ഫുൾ നെയിം അങ്ങനെ ആർക്കും അറിയാൻ വേണ്ടി പാടില്ല. ധനുഷ് കെ രാജ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നോർമൽ ഓഡിയൻസിൽ ആർക്കും അറിയാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഓഡിയൻസിന് ഇത് പറയണ്ടല്ല ധനുഷ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കറക്റ്റ് ഇന്നയാളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ വേറെ ആരും ഉദ്ദേശിക്കരുത് എന്ന് ഉദ്ദേശിച്ചാണ് പുള്ളിക്കാരത്തി റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് സംബോധന ചെയ്യണമല്ല. എനിക്കെന്തോ പച്ചക്ക് അതെ പച്ചക്കുള്ളത് തന്നെയായിരുന്നു, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പിന്നെ ഒരു 3 പേജ് ലെങ്ത് ഫുൾ ലെങ്ത് റൈറ്റ് ചെയ്യണേ. അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ അവിടെ സ്റ്റേജിൽ മേളിൽ കയറി ഇരുന്നിട്ട് ആരെ ഹേറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ കുറേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിലർ വന്നപ്പോഴത്തേക്കും 3 സെക്കൻഡ് ഫുട്ടേജ് വന്നു. ഞാനും റൗഡ് ചെയ്താന്ന് പറഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിൽ പരിചയപ്പെടുന്നതും ഇടപഴകുന്നതും പ്രണയത്തിലാവുന്നതും ഇതിപ്പോ കഴിഞ്ഞ കല്യാണത്തിലാവുന്നതൊക്കെ കാരണം ആ സിനിമയെന്നാണ്. അതിന്റെ പ്രൊഡക്ഷൻ ചെയ്തത് ഫുൾ പ്രൊഡ്യൂസ് ചെയ്തത് ധനുഷാണ്. ഒന്ന്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 3 സെക്കൻഡ് ഫുട്ടേജ് എടുത്തിട്ടു. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ധനുഷ് ലീഗലായിട്ട് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പോലെ 3 സെക്കൻഡ് ഫുട്ടേജ് ട്രെയിലറിലുണ്ട്, അതുകൊണ്ട് അത് നീക്കം ചെയ്യണം. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ് ടു 10 crores എനിക്ക് റെമ്യൂണറേഷൻ തന്നെ. അതായത് എന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ എന്റെ പൈസ കൊടുത്ത് ഞാൻ എടുത്ത സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ റെമ്യൂണറേഷൻ തന്നെ എന്നുള്ള രീതിയിൽ നോട്ടീസ് അയച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി പുള്ളിക്കാരത്തി ഇത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും റീപോസ്റ്റ് ചെയ്ത് എല്ലാവരും പല രീതിയിൽ പുള്ളിക്കാരത്തി അഭിപ്രായം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സമയത്ത് എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയ വഴി ഹാൻഡിൽ കൊടുക്കണം എന്ത് കാര്യത്തിന് എന്ന് വെച്ചാൽ ലീഗൽ നോട്ടീസ് അയച്ചത് ധനുഷിന്റെ വീഡിയോ തന്നെ. ധനുഷ് ഒരു സമയത്ത് ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്കും ആരെ എന്തിനാണ് ആവശ്യമില്ലാണ്ട് ഹേറ്റ് ചെയ്യുന്നത്, എന്തിനാ കാറിലുള്ള ഹേറ്റ് ചെയ്യുന്നത്, വീഡിയോയുടെ തൊട്ട് മുകളിലും താഴത്തായിട്ട് വിക്കി ഒഫീഷ്യൽ, അതായത് വിഘ്നേഷ് ശിവന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ പുള്ളിക്കാരൻ തന്നെ അപ്ലോഡ് ചെയ്തേക്കുന്നത്, വേറെ ആരും അപ്ലോഡ് ചെയ്തേക്കുന്നതല്ല. അപ്പൊ ഈ സൈസ് കാട്ടാൻ കാണിച്ചപ്പോൾ ധനുഷ് ഇത്ര നേരമായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ പ്രതികരിച്ചിട്ടില്ല. പ്രതികരിച്ചിട്ടില്ല. 2 പക്ഷത്തിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ അതാണ് ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത്. അപ്പൊ ഇവൻ പറഞ്ഞ പോലെ തന്നെ ധനുഷ് പിന്നെ അതുപോലെ തന്നെ ധനുഷ് വേഴ്സസ് നയൻതാര, അതാണ് സംഭവം പറഞ്ഞത്. അതെ, ധനുഷ് വേഴ്സസ് നയൻതാര. അതിന് ധനുഷ് വേഴ്സസ് നയൻതാര എന്ന് എനിക്ക് പറയാനൊന്നും തോന്നണമെന്നില്ല. ഇത് നയൻതാര അത്രേ ഉള്ളൂ. ഈ ഇഷ്യൂല് ധനുഷ് അങ്ങനെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പോലൊന്നുമില്ല. എനിക്ക് വിഷയം ആദ്യം കേട്ടപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞതിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഞാനിത് അത്ര ഫോളോ ചെയ്യുന്ന ആളുമല്ല. പിന്നെ ഇത് ഞാൻ വിചാരിതമായിട്ട് എനിക്ക് ഇതിന്റെ ഈ 3 പേജുള്ള ഒരു ലെറ്റർ ഞാൻ കണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ 1-2 ഗ്രൂപ്പിലൊക്കെ അത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അതൊന്ന് വായിച്ചു നോക്കിയപ്പോ എനിക്കത് വായിച്ചിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അനാവശ്യമായിട്ട് ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു ലെറ്റർ ഇടുക എന്നുള്ളത് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് ഷൂട്ട് ചെയ്ത വീഡിയോ, ഒരു പ്രൊഡ്യൂസർ അയാള് ചെയ്ത സിനിമയുടെ ഫൂട്ടേജോ കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഓൺ ഇഷ്ടപ്രകാരം കൊടുക്കുക. കാരണം അയാൾ പൈസ കൊടുത്തത്. ഇപ്പൊ
നയൻതാര ആണെങ്കിലും വിഘ്നേഷ് ശിവൻ ആണെന്നുണ്ടെങ്കിലും ആ സിനിമയിൽ വർക്ക് ചെയ്തവർ അവർക്ക് റെമ്യൂണറേഷൻ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തത് ഈ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്ക് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്നുള്ളത് അയാളുടെ മാത്രം 100% അയാളുടെ മാത്രമായിട്ടുള്ള ഒരു ഇത്. ആ 3 സെക്കൻഡ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ധനുഷ് അതിന് നോട്ടീസ് അയക്കണ സ്വാഭാവികം. കാരണം എന്റെ ഇതില് ഫുട്ടേജ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് റെമ്യൂണറേഷൻ തന്നെ. ഇവർക്ക് ആ ഫുട്ടേജ് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തെടുക്കാൻ പാടില്ലേ? നീ ചിന്തിക്കണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് ഫ്രീ ആയിട്ടല്ല 25 കോടി കൊടുത്തിട്ടാണ് ഇവർക്ക് ഈ സാധനം ചെയ്യണത്. അപ്പൊ ഇവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസ പോട്ടെ, അവർക്ക് ഒരു നെഗോസിയേഷൻ നടത്തിയിട്ട് അതില് മാനുവായിട്ട് 2 കോടി അങ്ങാടും ഇങ്ങാടും 2 കോടി ചിലപ്പോ പറ്റില്ലായിരുന്നുണ്ടെങ്കിൽ പോലും 10 കോടി 25 കോടി ഇട്ടുണ്ട്, 10 കോടി കൊടുക്കുക, ശരി സമ്മതിച്ച്. അവർക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് ഈ വികാരം നിർഭരമായിട്ടാണ് 3 പേജ്. അതിന് അവസാനം പോയിട്ട് ഓം നമ ശിവ എന്ന് എഴുതിട്ട് അത് ധനുഷിന്റെ ഡയറക്റ്റ് കൊട്ടാണത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു കൊട്ടായിട്ട് പോലും തോന്നുന്നില്ല. ഇത് വളരെ അനാവശ്യമായിട്ടുള്ള എന്താ പറയാ ഭയങ്കര ഇമോഷണൽ ആയിട്ട് എഴുതി വെച്ചേക്കണം. കാരണം ഇമോഷണലി ഭയങ്കര സങ്കടമായി, പുള്ളിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഇടണമല്ലോ. നമുക്ക് ഇത് ആകെ ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. കാരണം ആളുടെ സിനിമയാണ്, ആളാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കണം, അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ ആകെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 3 പേജ് ലെറ്റർ എഴുതിടുക എന്നുള്ളൂ. പക്ഷെ അതുപോലും വായിച്ചപ്പോ നമുക്ക് ന്യായം ഇപ്പൊ എന്താ പറയാ, ഇതില് അവരെ നയൻതാര എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രം ഇതില് ഒന്നും തന്നെ ഇല്ല. ന്യായമായിട്ടുള്ള പൈസ കൊടുത്ത് എടുക്കണമെങ്കിൽ എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ഇവിടെ വീഡിയോ ഇടണം. ഇവരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഒന്നും ധനുഷ് പോയിട്ടില്ല. വക്കീൽ നോട്ടീസ് അയച്ചെടുത്ത് വേണമെങ്കിൽ എടുക്കാം, 3 സെക്കൻഡ് വീഡിയോ അതെ അത്രേ ഉള്ളൂ. ഇപ്പൊ കല്യാണ വീഡിയോ എന്ന് പറയുമ്പോ എങ്ങനെയൊന്നുള്ള 2 മണിക്കൂറൊക്കെ എക്സ്പെക്ട് ചെയ്താൽ പോലെ അതിന്റെ അകത്ത് 3 സെക്കൻഡ് വീഡിയോ വേണമെങ്കിൽ ഒഴിവാക്കാന്നുള്ളത് കോൺട്രവേഴ്സിന്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് ധനുഷിന്റെ ഈ ലെറ്റർ ഇട്ട പുള്ളിക്കാരെ അറിഞ്ഞോണ്ടിയതായിട്ട് എനിക്ക് തോന്നുന്നത് വിഷമത്തിന്റെ പുറത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ഇത് വലിയ ഒന്നും ചെയ്യാനുള്ള ഇത് എന്ത് വലിയ വിഷയം. അപ്പൊ ആ പടം ഒരു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവന്റെ എന്തോ ആ പടത്തിലൊരു പാട്ടും ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഈ 2 കേസാണ് പുള്ളിക്കാർ പറയണം. പിന്നെന്താ വെച്ചാ ഇപ്പൊ അവന് കോപ്പിറൈറ്റ് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പോകുന്നില്ല. ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയാ. അതെ, പുള്ളി വക്കീൽ നോട്ടീസ് ഓൺലൈനിൽ വന്ന് അപകീർത്തിപ്പെടുത്തി ഒന്നും ചെയ്തിട്ടില്ല. കോപ്പിറൈറ്റ് ഇതിന് പൈസ എടുക്കാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മളറിയാത്ത എത്ര കേസുകളുണ്ട്. ഇപ്പൊ സപ്പോസ് ഇത് പറഞ്ഞു, ഇപ്പൊ സപ്പോസ് നയൻതാര ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണം നോക്കി. ഇപ്പൊ നയൻതാര ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ഇറങ്ങി. ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ യൂട്യൂബർമാരും ആ പടത്തിലുള്ള പാട്ട് ഇവക്ക് ക്രെഡിറ്റ് ഒന്നും കൊടുക്കാണ്ട് ചുമ്മാ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇവള് ഒന്നും ചെയ്യാൻ പാടില്ല, ഇവൾക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ അല്ലേ ഇത്. ബേസിക്കലി സെയിം പോയിന്റ്. അല്ല, നമുക്ക് വന്നേ ചോര, നിങ്ങൾക്ക് വന്നേ തക്കാളി ചട്നി, അതാണ് സംഭവം. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ആ ലെറ്റർ അഡ്രസ് ചെയ്തേക്കണ ധനുഷ് പിന്നെ സൺ ഓഫ് ആളുടെ അപ്പന്റെ പേര്, പുള്ളിയുടെ അപ്പന്റെ പേര്, പിന്നെ പുള്ളിയുടെ ചേട്ടനാ ബ്രദറിന്റെ പേര്. ഇതൊക്കെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ സപ്പോസ് ധനുഷ് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ആ പടം ഒരു പടം മാത്രം ചെയ്തിട്ടുള്ള വേറെ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. പുള്ളി അങ്ങനത്തെ ആളൊന്നല്ലല്ലോ. അത് ശരിയാണ്ട അവരാവശ്യമില്ല. അവനവനായിട്ട് കയറി വന്ന പുള്ളിക്ക് ഫസ്റ്റ് പടം കിട്ടിയത് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ചേട്ടനുണ്ടായിരുന്നു, അതുപോലെ തന്നെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി സ്വയം പരിശ്രമിച്ചിട്ട് തന്നെയാണ് സിനിമയിൽ വന്നപ്പോ പുള്ളിനെ തഴഞ്ഞു കളഞ്ഞ ആൾക്കാരാണ്. കാരണം ഏറ്റവും മെലിഞ്ഞ ആള്, പിന്നെ അതുപോലെ തന്നെ അഭിനയിച്ച റോളൊക്കെ അത്യാവശ്യം നല്ല. അതായത് ദളപതി വിജയ്ക്ക് ആദ്യം ഫസ്റ്റ് പടത്തിൽ വന്ന ഒരു ബാക്ക്ലാഷ് ഉണ്ട്. എന്താ മൂഞ്ചിയല്ല യാറല്ല പടത്ത് പാത്രം അങ്ങനത്തെ രീതിയിൽ സെയിം തന്നെയായിരുന്നു. വേറെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷിന്റെ ശാരീരികമായിട്ട് ഒരു ഹീറോ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ അപ്പിയറൻസിനെ എടുക്കാൻ പറ്റും. കാരണം വിജയ് ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വണ്ണമൊക്കെ വെച്ചൊന്ന് സെറ്റായി. ധനുഷ് എപ്പോഴാണ് ഇപ്പൊ ഈ അടുത്ത തങ്കമകനിലെങ്ങാണ്ട് അഭിനയിച്ചപ്പോഴാണ് പിന്നെയും പുള്ളിക്ക് ഇത്തിരിയെങ്കിലും വണ്ണം. 2015 അത് VIP വേലയിൽപ്പെട്ടവരെ നോക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ട്. VIP-യിലും വണ്ണൂല്ല. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നിന്നിട്ട് പുള്ളിയുടെ കഴിവും പുള്ളിക്ക് അഭിനയത്തോടുള്ള പുള്ളി ചെയ്യണതും അങ്ങനെ നോർമൽ മാസപടത്തിനേക്കാൾ ഉപരിയായിട്ട് അഭിനയ പ്രാധാന്യമുള്ള കാരണം നാഷണൽ പടക്കം വരെ കിട്ടിയിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് പുള്ളി ചെയ്തു പോയേക്കണത്. അപ്പൊ ആ പുള്ളിയുടെ ഡെവലപ്മെന്റിനെ നമ്മൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന. അല്ല നമ്മളിത് കണ്ടു വളർന്നത്. ഇപ്പൊ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടു വളർന്നത് നല്ല രീതിയിൽ. കാരണം വേലയിൽപ്പെട്ടവര് മാരിയൊക്കെ എനിക്ക് കണ്ടപ്പോ സത്യം പറയാൻ നമ്മൾ ഫാൻ എന്നുള്ള സാധനം പോയായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് പറയണം, നമുക്ക് താല്പര്യമുണ്ട് പുള്ളിയുടെ അടുത്ത്. എനിക്ക് താല്പര്യമുണ്ട്, പേഴ്സണൽ പറയുമ്പോ എനിക്ക് ധനുഷിന് താല്പര്യമുണ്ട്.
പക്ഷെ പുള്ളി ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, പുള്ളിക്ക് പബ്ലിക്കായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പബ്ലിക്കായിട്ട് ചെയ്യാറുണ്ട്, പുള്ളി ചെയ്തില്ല. പുള്ളി പേഴ്സണലായിട്ട് വിത്ത് ലോയർ ആണ് പുള്ളി എന്ത് ചെയ്തത്, പുള്ളി നോട്ടീസ് അയച്ചു ഇന്ന പോലെ എന്റെ പോരാത്തിന് തന്നെ ഇത് ഓവറായിട്ട് കോൺട്രവേഴ്സി ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കോർപ്പറേറ്റിന്റെ കാര്യം കൊടുക്കണേ കൊടുക്കുക, ഇല്ലെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിലാണ് പുള്ളി തീർക്കാൻ നോക്കിയത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഫ്രസ്ട്രേഷനിൽ ഒരു ലെറ്റർ അത്ര അത് ഇത് നമ്മുടെ മലയാളത്തിലെ അടിമാരി ഇതിനെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് അതാണ് ഇതിലാകെ നമുക്കൊരു കാണുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ. എന്തിനാണ് വിഷയങ്ങൾ അറിഞ്ഞിട്ട് അതിന്റെ വരുമരായികൾ അത് കാള വെട്ടുന്ന നിൽക്കുമ്പോ കയറെടുക്കുന്ന പോലെ ആ കാര്യങ്ങളുടെ ഗൗരവം അറിയാണ്ട് ഒന്നും അറിയാണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് എൻഡോഴ്സ്മെന്റ് ഉള്ള രീതിയിൽ, അതായത് സപ്പോർട്ട് കൊടുക്കണേ, ഫുൾ സപ്പോർട്ട് കൊടുക്കണേ, കാര്യം പറയേണ്ടി പാടില്ല. എന്നാലും പെണ്ണാണോ സ്ത്രീയാണോ അങ്ങനെ ഞാൻ എന്റെ സപ്പോർട്ട് തരാം. സ്ത്രീയാണ് എന്റെ സപ്പോർട്ട് തരാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ക്രിമിനൽ കേസ് ആകപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് ഫുൾ സപ്പോർട്ട് കൊടുക്കണം. സ്ത്രീ ക്രിമിനൽ കേസ് സംഭവങ്ങളൊന്നും പറയാം, നമുക്ക് ഇതിന്റെ രണ്ട് ഭാഗം അന്വേഷിച്ചിട്ട് വേണമല്ലോ ഒരു കാര്യം. ആക്ച്വലി ഇതിന്റെ ഒരു എന്താ പറയാ ഗ്രൂപ്പില് വന്ന ഒരു ഇതാണ് പാർവതി ഇതിനെപ്പറ്റി ഇവരെ നയൻതാരക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതേപോലെ ഗീതു മോഹൻദാസ് ഐക്യദാർഢ്യം എന്റെ സപ്പോർട്ട് തിരക്കേണ്ടത്. അതെ, അപ്പൊ ഞാനൊരു കാണുമ്പോഴത്തേക്ക് ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും ശരി നമുക്ക് ന്യായമുള്ളതാണോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതിലൊരു ഐക്യദാർഢ്യം. അതെ, ഇവരത്ര ഫോളോവേഴ്സ് ഉള്ള ആൾക്കാര് ഇവര് ഓൾറെഡി നിലവിൽ ഇവരുടെ നിലപാടുകളെ കൊണ്ട് ഇവർക്ക് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത് അവർക്ക് കൺസിഡറേഷനിലും പോട്ടെ, അതൊന്നും അവർക്ക് ഇല്ലെന്ന് വെക്കാം. പക്ഷെ ഇത് വെച്ചിട്ട് ഇതൊരുമാതിരി കണ്ട നാട്ടിൽ കിടന്ന വേറെ നാട്ടിൽ കിടക്കണം. 2015 പാർവതി എത്രത്തോളം ഡോമിനേറ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും അറിയാം. രണ്ട് സിനിമകൾ ഞാൻ പറയുള്ളൂ, ചാർലിയും ബാംഗ്ലൂർ ഡേയ്സും. ആ രണ്ടും അഭിനയിച്ചത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. അതേ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരുടെ നിലപാടുകൾ നിലപാടുകൾ എടുത്തപ്പോഴത്തേക്കും മലയാളി ഓഡിയൻസ് തഴഞ്ഞുള്ളത്. നിലപാടെടുക്കണേലും ആരും തെറ്റ് പറയുന്നില്ല. ഇപ്പൊ അവർക്ക് അങ്ങനെയുള്ള ചിന്താഗതിയിൽ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങൾ വരണമല്ല. നമുക്ക് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് ഞാനിതാണ് സംഭവം, എനിക്ക് ഇങ്ങനെ എന്താ സ്ത്രീകളുടെ മുന്നോട്ട് വെക്കണ കാര്യം ഇതാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു പോയിട്ടല്ല. പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യും. മലയാളികൾ അങ്ങനെയാണ് പൊതുവെ. ഉള്ളൊഴുക്ക് ഹിറ്റാവാനായിട്ട് മെയിൻ കാരണം വെച്ചാൽ അവർക്ക് കഴിവുണ്ട്. ചേച്ചിയോടൊപ്പം അഭിനയിച്ചത് നല്ല പടമാണെന്ന് എല്ലാരും പറഞ്ഞ് കണ്ടത്. പക്ഷെ ആരോട് പറയണ്ട്, കാരണം പുള്ളിക്കാരത്തിന് എത്ര വർഷം കഴിഞ്ഞിട്ട് നല്ല പടം തന്നെ നമ്മൾ ആലോചിക്കണം. മൈ സ്റ്റോറി ആണെന്നുണ്ട് അത്യാവശ്യം അവസാനം ഇറങ്ങി എല്ലാരും അറിയേണ്ട ഒരു പടം മൈ സ്റ്റോറി. പൃഥ്വിയോടൊപ്പം പെയറായിട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് അങ്ങനത്തെ നായിക ആയിട്ടൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്ന. പുള്ളിക്കാരത്തി ചില നിലപാടുകൾ എടുത്തപ്പോഴത്തേക്ക് അതും എഗെയിൻസ്റ്റ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് ഇൻ ദ ഇൻഡസ്ട്രി. ആ രീതിയിൽ പുള്ളിക്കാരി നിലപാടെടുത്തപ്പോഴത്തേക്കും എല്ലാവരും തഴയും. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. അല്ല, നമുക്ക് ബേസിക്കലി അവരായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടം കുറയാന്ന് പറയൂലേ, താല്പര്യം പോകുന്ന പറയില്ലേ. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പൊ എനിക്ക് ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യം തന്നെ വളരെ എന്താ പറയാ മോശം. നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായി, അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. കാര്യം ഉണ്ടെങ്കിൽ റീസൺ ഉണ്ടെങ്കിൽ ഇപ്പൊ അവരെ പോലെ തന്നെ നമ്മളിപ്പോ വീഡിയോ ഇട്ടോണ്ടിരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള വിഷയം, അതൊരാള് ലീഗലായിട്ട് പോയി മറ്റേയാള് അവര് ലീഗലായിട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഇമോഷണൽ ആയിട്ട് അതിന് റിപ്ലൈ കൊടുത്ത് അതവിടെ തീർന്ന്. അതിന്റെ അപ്പുറത്തേക്ക് കാരണം അതിന് ഐക്യദാർഢ്യം അല്ല സപ്പോർട്ട് കൊടുക്കേണ്ട സാധനം ഇല്ല. കാരണം ന്യായപ്പുറത്താണ്. ഇതിനകത്ത് എന്താ വെച്ചാൽ ന്യായപ്പുറത്തെന്ന് പറയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നയൻതാര കേസിൽ നയൻതാര ഇപ്പൊ ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ എന്നിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ് ഫിലിംസിന്റെ പ്രൊഡക്ഷൻ പ്രൊമോഷൻസിന് ഞാൻ വരില്ല എന്ന് പല പ്രൊഡ്യൂസേഴ്സും പുള്ളിക്കാരത്തേക്ക് എതിരായിട്ട് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോര, നിങ്ങൾക്ക് വന്ന് തക്കാളി ചട്നി, ആ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം എനിക്ക് എന്ത് വന്നാലും അയ്യോ എനിക്ക് എന്നെ അങ്ങനെ ചെയ്യേണ്ടി പാടില്ല, എന്നെങ്കിലും ചെയ്യേണ്ടി. അങ്ങനെയല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മര്യാദക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ പൊകാലിടും, ഞാൻ ഏറി കയറും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിൽ ശരിയല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ എതിർത്ത് പറയും. അത് മനസ്സിലാക്കണം തന്നെ. അത് അത്രയും പ്രൈവറ്റ് ആയിട്ട് അവരുടെ തീരുമാനങ്ങൾ അവരെടുക്കുന്നുണ്ടല്ലോ, അത് അവരുടെ മാത്രം ഇതായിട്ടുള്ള എന്താ പറയാ അവരുടെ ജോലി ചെയ്ത് അവര് കഴിഞ്ഞ് അവരുടെ പരിപാടി പോയി. പിന്നെ അത് പ്രൊഡ്യൂസറിന്റെയാണ്. പിന്നെ അവരിതില് ഒരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ധനുഷ് ഇത് കൊടുക്കാത്തതിനകത്തുള്ള ഒരു മെയിൻ കാരണം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കോടി രൂപ ബഡ്ജറ്റിന് തുടങ്ങിയ സിനാൻ റൗഡി താൻ കൊമേഴ്ഷ്യലി നല്ലൊരു ഹിറ്റായിരുന്നു. നമുക്ക് അത്ര വാലിഡ് ആയിട്ടുള്ള ആൻസർ അല്ല, വാലിഡ് ആയിട്ടുള്ള ഒരു തെളിവുകളൊന്നുമില്ല. പക്ഷെ ഒരു സോഴ്സിൽ നിന്ന് ഞാൻ കണ്ടത് ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരക്കമ്പിയാണ് കേട്ടത്. നമ്മളിങ്ങനെ കേട്ടതാണ്.
അതായത് 6 കോടി രൂപ ബഡ്ജറ്റിലാണ് നാനോ റോഡിദാൻ ഷൂട്ട് തുടങ്ങിയത്. 6 കോടി എന്നുള്ളത് കുറെ റീഷൂട്ടും കാര്യങ്ങളൊക്കെ പോയി 16 കോടി 10 കോടി രൂപ അധികം വന്ന്. അതുപോലെ തന്നെ ഈ ഇതിൽ പറയുന്ന കാര്യമുണ്ട്, അതായത് ആ ലെറ്ററത്തിന്റെ ഇതുണ്ട്, ധനുഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷ് പറഞ്ഞ കാശ് ഇറക്കണതിന് ബുദ്ധിമുട്ടുണ്ടാവും. പറയണെന്ന് വെച്ചാൽ ഈ പടം പൊട്ടിപ്പോകുന്ന രീതിയിൽ കമേഴ്ഷ്യൽ ഹിറ്റുകൾ പൊട്ടണ അങ്ങനെയുള്ള പറയട്ടെ. ഇപ്പൊ 6 കോടി പുള്ളി 6 കോടി ബഡ്ജറ്റ് ഇട്ട് ഇപ്പൊ നിലവിലുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് പുള്ളിക്ക് ഒരു ഇപ്പൊ 100 കോടി പടം കിട്ടും നിക്ക്. പുള്ളി ബഡ്ജറ്റ് ഇടുന്ന 6 കോടി മൈനസ് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ഇത്ര പുള്ളിക്ക് ഇപ്പൊ മൊത്തത്തിൽ ഒരു 50 കോടി ലാഭം കിട്ടും എന്നുള്ളതാണ് ഇയാൾ പ്രൊജക്ട് ചെയ്തേക്കുന്നത്. ഇയാളുടെ ഇതൊന്നേക്ക് പടത്തിന് നേരെ ഒരു 10 കോടി കൂടുതൽ വന്ന് ആ പോണ പൈസ ആരുടെ 10 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട്. സപ്പോസ് അതാണ് പുള്ളിയുടെ മെന്റാലിറ്റി. അപ്പൊ എന്താ പുള്ളി പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണ പിന്നെ ചാർട്ടിക്കലല്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ ബേസിക്കലി എനിക്ക് ഇതില് മനസ്സിലാക്കാൻ ആവശ്യമില്ലാത്ത പ്രശ്നം, ചുമ്മാ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാ പിന്നെ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടേക്കാം, അത്രേ ഉള്ളൂ. അത് അവര് തന്നെ ഇതിൽ പറയണ്ടല്ലോ. ഞാൻ കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. 16 കോടി 16 കോടിയാണ് ബഡ്ജറ്റ്. പക്ഷെ ഇനീഷ്യലി അത് 6 കോടിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന. പക്ഷെ അന്ന് വിജയ് സേതുപതിക്കുള്ളല്ലോടാ 6 കോടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതെ, the initial budget of Nano Rowdydan was 6 crores, but it ended up 16 crores, which is literally 3 times the actual budget. സാധനം വന്നിട്ട് ഓൾറെഡി ഇട്ടിൽ കിടപ്പുണ്ട്. ശരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതെ, അനാവശ്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങള് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, വീണിട്ടാണ് നടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വീണിട്ടേ പഠിക്കണമെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിഷയം കണ്ടെങ്കിലും പുള്ളിക്കാരത്തി പഠിക്കട്ടെ. അതായത് ന്യായമില്ലാത്ത കേസാണെന്ന് നാട്ടുകാർ തിരിച്ചെടുത്ത് അലക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ പുള്ളിക്കാരത്തി മനസ്സിലാക്കി അനുസരിച്ച് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അത്ര നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതെ, ഈ അനാവശ്യമായ കോൺട്രവേഴ്സികളൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. ഇത്തരം കോൺട്രവേഴ്സികൾ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. എല്ലാരും പറയുന്ന അഭിപ്രായം നോക്കി പറയാ ചേച്ചാ, വെറുതെ ഒരു കാര്യമില്ലാണ്ട് ആൾക്കാരെ എൻഡോസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്താ പറയാ, എൻഡോസ് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല രീതിയിൽ എൻഡോസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഓബിയസ്ലി നിങ്ങളുടെ അഭിപ്രായത്തിന് വലിയതാണ്ടാവും. പിന്നെ എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. സംടൈംസ് യു ജസ്റ്റ് ഹാവ് ടു കീപ് സൈലന്റ്. നയൻതാരയുടെ കേസിൽ എന്താ പറയാ, പറ്റുമെങ്കിൽ കാശ് കൊടുക്കുക, ഇല്ലെന്നിട്ടില്ല സെക്കൻഡ് ആ പാട്ട് 3 സെക്കൻഡ് ഒഴിവാക്കുക. വേറെ ചർച്ചയില്ല ഇതിനകത്ത്. എല്ലാവർക്കും അറിയാം ഇവര് തമ്മിൽ കണ്ടതും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ശ്രദ്ധിക്കുന്നു. നല്ലൊരു ദിനം ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി സന്ധിക്ക് വരയ്ക്കും വണക്കം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.